കേരള PSC പരീക്ഷകൾക്കായി പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിലിമിനറിക്ക് വേണ്ടി നമ്മൾ ഫിസിക്കൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നും മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണം എന്ന് പറയുന്നൊരു ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ അതിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മറ്റ് ഒരുപാട് ചാനലുകൾ കിട്ടുമെങ്കിലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വൈസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുക. പൂർണ്ണമായിട്ടും ഇത് ഉപയോഗപ്പെടണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇന്നലെ വരുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുകയുള്ളൂ. നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ കുറിച്ചാണ്. അപ്പോൾ എലമെൻസിനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു തട്ട് പോലെയാണ് കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ ആക്ട് ചെയ്യുന്നത് അല്ലേ. പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടികയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 118 മൂലകങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് 4 ബ്ലോക്കുകളായിട്ടൊക്കെയാണ്. അപ്പോൾ ആ 4 ബ്ലോക്കിലെ ഓരോ എലമെൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതാണ് പീരിയോഡിക് ടേബിളിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം, നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ ആദ്യം ഒന്ന് പോകാം. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ പ്രതീകങ്ങളിൽ ഇല്ലാത്ത അക്ഷരങ്ങൾ ഏതാണ്? ജെ ആൻഡ് ക്യൂ. ജെയും ക്യൂവും ഈ 2 അക്ഷരങ്ങളും പീരിയോഡിക് ടേബിളിൽ വന്നിട്ടില്ല. അതായത് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നത് അക്ഷരങ്ങൾ കൊണ്ടാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൽ ജെയും ക്യൂവും ഈ 2 അക്ഷരങ്ങളും ഇല്ല. ജെ ആൻഡ് ക്യൂ ഓർക്കുക. പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങൾ വാതകങ്ങളാണ്? 11 മൂലകങ്ങൾ വാതകങ്ങളും 5 മൂലകങ്ങൾ ദ്രാവകങ്ങളുമാണ്. ഓർക്കണം, പീരിയോഡിക് ടേബിളിൽ 11 മൂലകങ്ങൾ വാതകങ്ങളും 5 മൂലകങ്ങൾ ദ്രാവകങ്ങളുമാണ്. 93 മുതൽ 118 വരെയുള്ള മൂലകങ്ങളുടെ പ്രത്യേകത എന്താണ്? കൃത്രിമ മൂലകങ്ങളാണിവ. അപ്പോൾ 93ാമത്തെ അല്ലെങ്കിൽ 92ാമത്തെ മൂലകങ്ങൾ വരെയാണ് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകൃത്യ ഉള്ള മൂലകങ്ങൾ. 93 മുതൽ 118 വരെയുള്ള മൂലകങ്ങൾ കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട മൂലകങ്ങളാണ്. ഇനി ഏതൊക്കെയാണ് വാതക മൂലകങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. 11 വാതക മൂലകങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഹൈഡ്രജൻ, ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഓർക്കുക, ഹൈഡ്രജൻ, ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. പിന്നെ അലസവാതകങ്ങളായ നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. വാതക മൂലകങ്ങൾ 11 അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ക്രിപ്റ്റോൺ എന്നുള്ളത് എങ്ങനെയുള്ളൊരു മൂലകമാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഫ്ലൂറിൻ എങ്ങനെയുള്ള മൂലകമാണ്? ഒരു വാതക മൂലകമാണ് അല്ലേ. അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ട്, ഓർക്കുക. ദ്രാവക മൂലകങ്ങൾ ഏതൊക്കെയാണ്? സിഷിയം, ഫ്രാൻസിയം, ഗാലിയം, ബ്രോമിൻ, മെർക്കുറി. സിഷിയം, ഫ്രാൻസിയം, ഗാലിയം നമുക്ക് ഒരുമിച്ച് ഓർക്കാം. ബ്രോമിൻ ആൻഡ് മെർക്കുറി ഒരുമിച്ച് ഓർക്കാം. സിഷിയം, ഫ്രാൻസിയം, ഗാലിയം, ബ്രോമിൻ, മെർക്കുറി. ഇത്രയുമാണ് ദ്രാവക മൂലകങ്ങൾ. ദിമിത്രി മെൻഡലീവ് ആദ്യ ആവർത്തന പട്ടിക ഉണ്ടാക്കിയ വർഷം 1869. 63 മൂലകങ്ങളെ അദ്ദേഹം ആവർത്തന പട്ടിക ഉണ്ടാക്കുന്ന വർഷം അദ്ദേഹത്തിന് ക്രമീകരിച്ച് വയ്ക്കാനായിട്ട് 63 മൂലകങ്ങളെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മെൻഡലീവാണ് ആദ്യമായിട്ട് ഒരു ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിക്കുന്നത്. അദ്ദേഹമാണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം, ദിമിത്രി മെൻഡലീവ്. അദ്ദേഹം ആദ്യ ആവർത്തന പട്ടിക ഉണ്ടാക്കുന്നത് 1869. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് ആചരിച്ച വർഷം 2019. അപ്പോൾ മെൻഡലീവ് ആദ്യ ആവർത്തന പട്ടിക ഉണ്ടാക്കിയ വർഷത്തിൻ്റെ 150ാം വാർഷികമായിരുന്നു 2019. അതുകൊണ്ട് തന്നെ യുനെസ്കോ അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് ഈ വർഷത്തെ ആചരിച്ചു. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആസ്ഥാനമായുള്ള IUPAC നിലവിൽ വന്നത് എന്നാണ്? 1919. കെമിസ്ട്രിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IUPAC എന്ന് പറയുന്നത്. എല്ലാത്തിനും നാം പേരുകൾ കൊടുക്കാനും മറ്റും പുതിയ മൂലകങ്ങളെ കണ്ടെത്തുമ്പോൾ പേരുകൾ കൊടുക്കാനും ഒക്കെ IUPAC നിലവിൽ വന്നത് 1919. ഈ 3 വർഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1869, 1919, 2019. ഓക്കെ. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആസ്ഥാനമായുള്ള IUPAC നിലവിൽ വന്നത് 1919.
ഫ്രാൻസിൻ്റെ പഴയ പേരായ ഗ്വാൾ എന്ന വാക്കിൽ നിന്നും പേര് ലഭിച്ച മൂലകം ഏതാണ്? ഗാലിയം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാ റാങ്ക് ഫയലുകളിൽ നിന്നും റാങ്ക് ഫയൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ എല്ലാം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുകളെല്ലാം എഴുതി വയ്ക്കുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വയ്ക്കുക. ഫ്രാൻസിൻ്റെ പഴയ പേരായ ഗ്വാൾ എന്ന വാക്കിൽ നിന്നും പേര് ലഭിച്ച മൂലകമാണ് ഗാലിയം. റഷ്യയുടെ ലാറ്റിൻ പദമായ റുഥേനിയയിൽ നിന്നും പേര് ലഭിച്ച മൂലകം ഏതാണ്? റുഥേനിയമാണ്, റുഥേനിയം. പ്ലാറ്റിനത്തിന് പേര് ലഭിച്ചത് പ്ലാറ്റിനോ സെൽവിനോ എന്ന നദിയുടെ പേരിൽ നിന്നാണ്. പ്ലാറ്റിനത്തിന് ആ പേര് ലഭിച്ചത് പ്ലാറ്റിനോ സെൽവിനോ എന്ന നദിയുടെ പേരിൽ നിന്നുമാണ്. ഒരു ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥം ആദ്യമായിട്ട് ഒരു മൂലകത്തിന് പേര് നൽകുന്നത് ഏത് മൂലകത്തിനാണ്? മെൻഡലീവിയത്തിനാണ്. ഓർക്കുക, 101ാമത്തെ മൂലകമായ മെൻഡലീവിയത്തിനാണ് ഒരു ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥം ആദ്യമായിട്ട് പേര് കൊടുക്കുന്നത്. മറ്റൊരു ചോദ്യം പേസ് ചോദിച്ചിട്ടുള്ളതാണ്. ഐൻസ്റ്റീൻ്റെ സ്മരണാർത്ഥം പേര് നൽകിയ ഐൻസ്റ്റീനിയം എത്രാമത്തെ മൂലകമാണ്? 99ാമത്തെ മൂലകമാണ് ഐൻസ്റ്റീനിയം. ഓർക്കുക, 99ാമത്തെ മൂലകമാണ് ഐൻസ്റ്റീനിയം. വനിതാ ശാസ്ത്രജ്ഞരുടെ പേരിലുള്ള 2 മൂലകങ്ങളാണ് ക്യൂറിയവും മെയ്റ്റ്നേരിയവും. ക്യൂറിയം 96ാമത്തെ മൂലകമാണ്, മെയ്റ്റ്നേരിയം 109ാമത്തെ മൂലകമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പറുകൾ കൂടി ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നമുക്കത് പ്രയോജനമായിരിക്കും. കാരണം ഇത്തരം ചോദ്യങ്ങളൊന്നും നമുക്ക് ഇതിപ്പോൾ PSC ബുള്ളറ്റിലൂടെയൊക്കെ വന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതാണ്. വനിതാ ശാസ്ത്രജ്ഞരുടെ പേരിലുള്ള 2 മൂലകങ്ങളാണ് ക്യൂറിയം 96, മെയ്റ്റ്നേരിയം 109. ഓർക്കുക, മെയ്റ്റ്നേരിയം എന്ന് പറഞ്ഞാൽ ലിസ മെയ്റ്റ്നർ എന്ന് പറയുന്ന വനിതാ ശാസ്ത്രജ്ഞയുടെ പേരിൽ ഉള്ള മൂലകമാണ് മെയ്റ്റ്നേരിയം. ഓർക്കുക, ക്യൂറിയം നമുക്ക് ഓർക്കാം, 96 വളരെ പരിചയമുള്ളതാണ് എല്ലാവർക്കും. എന്നാൽ മെയ്റ്റ്നേരിയം അത്ര പരിചയം ഉണ്ടാകാൻ വഴിയില്ല. മെയ്റ്റ്നേരിയം ലിസ മെയ്റ്റ്നർ എന്ന വനിതാ ശാസ്ത്രജ്ഞയുടെ പേരിലുള്ളതാണ്. 109 ആണ് അതിൻ്റെ നമ്പർ. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരുടെ പേരിലുള്ള 2 മൂലകങ്ങൾ ഏതാണ്? സീബോർഗിയം ആൻഡ് ഒഗാനസൺ. ഒഗാനസൺ റീസെൻ്റ്ലി കണ്ടുപിടിച്ചതേ ഉള്ളൂ. 118ാമത്തെ മൂലകമാണ് ഒഗാനസൺ. യൂറി ഒഗാനസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരുടെ പേരിലുള്ള 2 മൂലകങ്ങളാണ് സീബോർഗിയവും ഒഗാനസണും. സീബോർഗിയം 106ാമത്തെ മൂലകമാണ്, ഒഗാനസൺ 118ാമത്തെ മൂലകമാണ്. റൈൻ നദിയുടെ പേരിലുള്ള മൂലകം റീനിയം. റൈൻ നദിയുടെ പേരിലുള്ള മൂലകമാണ് റീനിയം. പാരീസിൻ്റെ പഴയ പേരായ ലൂട്ടേഷ്യയുടെ പേരിലുള്ള മൂലകം ഏതാണ്? ലൂട്ടേഷ്യം. ഓർക്കുക, പാരീസിൻ്റെ പഴയ പേരായ ലൂട്ടേഷ്യയുടെ പേരിലുള്ള മൂലകമാണ് ലൂട്ടേഷ്യം. കോപ്പൻഹേഗൻ്റെ പേരായ ഹാഫ്നിയയുടെ പേരിലുള്ള മൂലകമാണ് ഹാഫ്നിയം. കോപ്പൻഹേഗൻ്റെ പേരായ ഹാഫ്നിയയുടെ പേരിലുള്ള മൂലകമാണ് ഹാഫ്നിയം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ PSC ചോദിക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം PSCയുടെ ട്രെൻഡ് അനുസരിച്ച് പുതിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. ഓർക്കുക, കോപ്പൻഹേഗൻ്റെ പേരായ ഹാഫ്നിയയുടെ പേരിലുള്ള മൂലകമാണ് ഹാഫ്നിയം. മാഡം ക്യൂറി തൻ്റെ ജന്മനാടിൻ്റെ പേര് നൽകിയ മൂലകമാണ് പൊളോണിയം. മാഡം ക്യൂറി തൻ്റെ ജന്മനാടിൻ്റെ പേര് നൽകിയ മൂലകമാണ് പൊളോണിയം. ഭൂമിയുടെ ലാറ്റിൻ പേരായ ടെല്ലസ് എന്ന വാക്കിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ടെല്ലൂറിയം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ ലാറ്റിൻ പേരായ ടെല്ലസ് എന്ന വാക്കിൽ നിന്നും പേര് ലഭിച്ച മൂലകമാണ് ടെല്ലൂറിയം. സൂര്യൻ്റെ ഗ്രീക്ക് നാമമായ ഹീലിയോസ് എന്ന വാക്കിൽ നിന്നും പേര് ലഭിച്ച മൂലകമാണ് ഹീലിയം. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. സൂര്യൻ്റെ ഗ്രീക്ക് നാമമായ ഹീലിയോസ് എന്ന വാക്കിൽ നിന്നും പേര് ലഭിച്ച മൂലകമാണ് ഹീലിയം. ചന്ദ്രൻ്റെ ഗ്രീക്ക് പേരായ സെലിൻ എന്നതിൽ നിന്നും പേര് ലഭിച്ചതാണ് സെലീനിയം. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ചന്ദ്രൻ്റെ ഗ്രീക്ക് പേരായ സെലിൻ എന്നതിൽ നിന്നും പേര് ലഭിച്ച മൂലകമാണ് സെലീനിയം എന്ന മൂലകം. അപ്പോൾ ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയും അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്, ആദ്യമായിട്ട് കാണുന്നവർ. കാരണം നമുക്ക് വ്യൂ കുറഞ്ഞു വരുന്നത് പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ചാനൽ, പക്ഷേ എന്നാൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് അവർ വിട്ടു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്ത ചോദ്യം, വയലറ്റ് എന്ന അർത്ഥം വരുന്ന അയോയിഡ്സ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും പേര് ലഭിച്ച മൂലകം അയഡിൻ. വയലറ്റ് എന്ന അർത്ഥം വരുന്ന അയോയിഡ്സ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് പേര് ലഭിച്ച മൂലകം അയഡിൻ. മഴവില്ല് എന്ന അർത്ഥമുള്ള
ഇറിഡിസ്, ലിറിസ് അല്ല, ഇറിഡിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും പേര് ലഭിച്ച മൂലകമാണ് ഇറിഡിയം. ഓർക്കുക, ഇറിഡിയം. മഴവില്ല് എന്നർത്ഥമുള്ള ഇറിഡിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും പേര് ലഭിച്ച മൂലകമാണ് ഇറിഡിയം. പലപ്പോഴും PSC ഇത് മഴവിൽ ലോഹം ഏതാണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇറിഡിസ് എന്ന് പറയുന്ന മഴവില്ല് എന്ന് അർത്ഥമുള്ള വാക്കിൽ നിന്നും വന്നതാണ് ഇറിഡിയം എന്ന് പറയുന്ന മൂലകം. അതുപോലെ വയലറ്റ് എന്ന അർത്ഥം വരുന്ന അയോയിഡ്സ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും പേര് ലഭിച്ചതാണ് അയഡിൻ. അമ്ലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. അമ്ലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നതാണ് ഹൈഡ്രജൻ. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സയൻറ്റിസ്റ്റുമാരുടെ പേരാണ്. ഇത് ഇത്രയും നമ്മൾ പഠിച്ചിരിക്കണം. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീവ് തന്നെയാണ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലിയാണ്. അതായത് ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു നിയമം, ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി എന്ന വ്യക്തിയാണ്. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ. മൂലകങ്ങളെ ട്രയാഡ്സ്, മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ. ഓർക്കുക, ഡോബറൈനർ. മൂലകങ്ങളെ അഷ്ടമ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ന്യൂലാൻഡ്സ് എന്ന വ്യക്തിയാണ്. ന്യൂലാൻഡ്സ്. നമുക്കറിയാം, ഓരോ മൂലകവും അതിൻ്റേതായ ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കാർബൺ എന്ന മൂലകം എടുത്താൽ കാർബണിൻ്റെ ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ആറ്റങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അതായത് മറ്റുള്ള ഒരു മൂലകവുമായിട്ടും അല്ലെങ്കിൽ മൂലകത്തിൻ്റെ ആറ്റങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യാതെ സ്ഥിരത കൈവരിക്കണമെങ്കിൽ 8 ഇലക്ട്രോണുകളെങ്കിലും അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ വേണം. അപ്പോൾ ഇങ്ങനെ 8 ഇലക്ട്രോണുകളെ നിറയ്ക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് ആ ഒരു അഷ്ടക നിയമത്തിലൂടെ പറയുന്നത്. ആ അഷ്ടക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. ഓർക്കുക, ന്യൂലാൻഡ്സ്. അപ്പോൾ ഡോബറൈനറുടെയും ന്യൂലാൻഡ്സിൻ്റെയും പേര് പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ മൂലകങ്ങളെ വേർതിരിച്ചത് ആരാണ്? ലാവോസിയയാണ്. ലാവോസിയാണ് ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ മൂലകങ്ങളെ വേർതിരിച്ചത്. ഇത്രയും ശാസ്ത്രജ്ഞന്മാരെ നമ്മളാണ് ഓർത്തിരിക്കണം, തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. മെൻഡലീയേവ്, ഹെൻറി മോസ്ലി, ഡോബറൈനർ, ന്യൂലാൻഡ്സ്, ലാവോസിയെ. ത്രികങ്ങൾ ഡോബറൈനർ, അഷ്ടമ നിയമം ന്യൂലാൻഡ്സ്, അതുപോലെ തന്നെ ലോഹങ്ങൾ, അലോഹങ്ങൾ ലാവോസിയൻ. അഷ്ടക നിയമത്തിന് ന്യൂലാൻഡ്സിനാണെന്ന് പ്രത്യേകം ഓർക്കണം. അഷ്ടക നിയമം കൊണ്ടുവന്നത് ന്യൂലാൻഡ്സ് ആണെന്ന് പ്രത്യേകം ഓർക്കണം. താങ്ക് യു.